ഒരു മോളും ഉണ്ട് ഒരു മരുമോളും ഉണ്ട്. രണ്ടെണ്ണത്തിനും കൊണ്ട് ഒരു ഗുണമില്ല. മോളാണെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുക, മറ്റവളാണെങ്കിൽ എന്താണ് കുറച്ചുകൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ നടു ഒടിഞ്ഞ്. ഇനിയൊക്കെ എന്തിന്? ഇതിലൊക്കെ എത്രയോ ഭേദാ ഞാൻ. അമ്മ ഒറ്റയ്ക്ക് അമ്മേനെ ചാക്കിലാക്കാൻ ഇതിലും നല്ല അവസരം ഇനി കിട്ടില്ല. ഇപ്പൊ തന്നെ, അല്ലെങ്കിൽ വേണ്ട, ഒന്ന് മുള്ളിയിട്ട് വരാം. ഇവളുമാരെ കൊണ്ട് ഒരു ഗുണമില്ല. എത്ര നേരമായി ഞാൻ വിളിക്കണം. ഇതൊക്കെ എവിടെ പോയി കിടക്കുക? തീറ്റ വല്ല ഉണ്ടാക്കി വെച്ചാൽ തിന്നിട്ട് പൊക്കോളും. ഒരു ഉപകാരവും ഇല്ല. അച്ഛൻ വിളിക്കുന്നുണ്ട്, താഴത്തിട്ട് വെക്കാം, ബാക്കി ഞാൻ മടക്കി. വലിയ ഉപകാരം. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ചേച്ചി, അമ്മേനെ വിളക്കാൻ വന്നിട്ട് ഇപ്പൊ ചേച്ചിയാണല്ലോ. ഓട്ടെ കണ്ടും ചെയ്തു. ചേച്ചിങ്ങ ചേച്ചി. ചേച്ചി തുണി മടക്കുകയാണോ? ഇവക്കെന്താ കണ്ണുണ്ട് ഇവിടെ തുണി മടക്കാന്ന്? ആ മടക്ക. ആ ഞാൻ സഹായിക്കാലോ. ആ ചെയ്തോ. ഇവളിത് എന്ത് തേങ്ങയായി കാണിക്കണത്? ഒരു തുണി മടക്കാൻ പോലും അറിയില്ല ദൈവമേ പിശാചിന്. എന്റെ ദൈവമേ, ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം, നീ താഴ്ത്തിട്ട് വെക്കോ. ഏയ് എനിക്ക് ചെന്നിട്ട് ധൃതിയൊന്നുമില്ല, ഞാൻ ചെയ്തോളാം. വന്ന് കല്യാണം കഴിഞ്ഞ പിന്നെ ഭയങ്കര ശുശുവിളിയാ. പൊക്കോ പൊക്കോ. നീ എന്തിനാ ഇങ്ങനെ പതുങ്ങി വന്ന് വിളിക്കണേ? അതും ചേച്ചിയൊക്കെ ഉള്ളപ്പോ. എങ്ങനെയാണോ വിളിക്കുന്നേ? ഇപ്പൊ ആണോ വിളിക്കുന്നേ? സമയം കാലം ഉണ്ടാ മുത്തേ, നിങ്ങ അടിച്ചു കയറി വാ. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് ഇപ്പൊ വരാം. നീ എല്ലാം സെറ്റ് ചെയ്തിരുന്നു. ആ ആയിക്കോട്ടെ, വെള്ളം വേണം, അത് ഇമ്പോർട്ടന്റ്. ഇവക്ക് ഇതെങ്ങനെ മനസ്സിലായി ഇത്രയൊക്കെ വെള്ളം വേണമെന്ന്? ഓ, മനം പോലും മാങ്കില്യം. എന്താ മനപ്പൊരുത്തം. കല്യാണം കഴിച്ചിട്ട് ഇപ്പഴാ സന്തോഷമായത്. ഞാനന്ന് അകത്തൂടെ എല്ലാം സെറ്റ് ചെയ്യാം. അവിടെ വരുമ്പോ സർപ്രൈസ് ആവട്ടെ. കല്ലക്കും ഞാനന്ന്. ചങ്ക് ചിക്കട്ട ചിങ്ക് ചിക്ക.